ഇവിടെ ഒരു കൊച്ചുകുട്ടി ഒരു ആപ്പിളിൽ കടിച്ചതും അതിനകത്ത് 2 തലയുള്ള ഒരു പുഴുവിനെ കാണുന്നു. അതിനെ കണ്ട് പേടിച്ചവൾ നിലവിളിക്കുന്നു. അവളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അച്ഛന് ഡ്രൈവിംഗ് ബാലൻസ് നഷ്ടമാവുന്നു. കാർ ആക്സിഡന്റ് ആയി പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുന്നു. അച്ഛന് ബോധം മറയുന്നു. അമ്മ അവളോട് ശ്വാസം വലിച്ചെടുക്കാൻ പറയുന്നു. എന്നിട്ട് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അവളെ പുറത്തിറക്കി നീന്തി രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷെ അവളുടെ പാരന്റ്സിന് രക്ഷപ്പെടാൻ സാധിക്കാതെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. പിന്നീട് അവളുടെ ജീവിതം സേഫ് ആയിരുന്നില്ല. അനാഥാലയത്തിലെ കുട്ടികൾ അവളെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതിലൊരു കുട്ടിയെ അവൾ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. അവളെ ജുവനൈൽ ഹോമിലേക്ക് അയക്കുന്നു. 5 വർഷത്തിന് ശേഷം അവിടെ നിന്ന് പുറത്തു വന്നവൾക്ക് വീണ്ടും ആ പാലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. അവൾക്ക് ടെൻഷൻ കാരണം പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നു. അത് കണ്ട ഹാൻഡ്ലർ വണ്ടി നിർത്തി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ നദിക്കരയിലുള്ള അച്ഛന്റെ വൈൻ പാർലർ കത്തി നശിച്ചത് കണ്ടത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവൾ തന്റെ വീട് കാണുന്നു. അവിടെയാണ് അവൾ തന്റെ പാരന്റ്സിനൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ആ ടൗൺ മുഴുവനും നശിച്ചിരിക്കുന്നു. അവളെ നേരെ ഒരു സ്കൂളിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ വെച്ചൊരു പെൺകുട്ടി ഇവളോട് വന്ന് സംസാരിക്കുമ്പോൾ ഇവൾക്ക് ചില വിഷ്വൽസ് കാണാൻ സാധിക്കുന്നു. അവൾ അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ തള്ളി മാറ്റുന്നു. നോക്കുമ്പോൾ ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഇവൾ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു.